ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം. ഞങ്ങളിതേ നിസ്വേനെ തിരിച്ച് സോഹാറയ്ക്ക് തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗോപേട്ടൻ നമ്മളെ കാബൂറ വരെ നമ്മൾ ആക്കിത്തരും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ടാക്സിയിൽ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സോഹാറയ്ക്ക് പോകും. സോഹാറയ്ക്ക് തിരിച്ചുള്ള യാത്ര. അയ്യോ, ഇതിലല്ലേ സൈക്കിൾ കയറ്റിട്ടൊക്കെ പോയേ. പേടിയാണെന്താ രാത്രി 12 മണിയായി. ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളെത്തി, തിരിച്ചെത്തി. ഇവിടുന്ന് ഒരു അരമണിക്കൂർ പോകണ്ട, ഒരു 20 മിനിറ്റ് കൂടി പോയിക്കാൻ നമ്മളെ നാട്ടിലെത്തി. ആ പാട്ടൊക്കെ മറന്നു പോയിനോ? ഓട്ടോമാറ്റിക്കലി വന്ന് ഇനി നാളെ മുതൽ ഉപ്പാക്കായിരിക്കും സൗകര്യം ഉണ്ടായെടുക്കുക. പിന്നെ 11 മണി 12 മണി ആ ഒരു ടൈമേക്ക് ഉമ്മ നാളെ പോയിട്ട് ആനി അങ്ങ് കഴിയുന്നില്ല, നീ എന്റെ തലവേദന എടുക്കുന്ന നീന്ന് പറയും. എന്നിട്ട് ഞാൻ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ യാത്ര ഇറങ്ങിയിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ലല്ലേ? സീറോ ഈസ് ആൻ ഹീറോ, അത്ര എനിക്ക് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഭയങ്കര പ്രൗഡായിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് അത്രയും ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ അഞ്ചുണ്ടല്ല മൊത്തം കുളിയെല്ലാം പറഞ്ഞു അടിച്ചു പോയ പോലെ ഉണ്ട്. മറ്റേ സോഹാർ പള്ളിയിലെത്തിയാലോ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും. അവനെ മിണ്ടുന്നില്ല, അവനെ സംസാരിക്കുന്നില്ല, അവനൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഈ സൈക്കിൾ ചേട്ടുന്നതനുസരിച്ച് ആമിന എന്നിട്ട് വിളിക്കും. എനിക്കെന്താ പറ്റി, എനിക്കെന്തെങ്കിലും ഒന്നാതെന്താന്നാ ദേഷ്യം പിടിച്ചാൽ മിണ്ടൂല. ദേഷ്യം പിടിച്ചാൽ പിന്നെ മൊത്തം പോയി. പിന്നെ മൊത്തം പണ്ട് കലൂർ ജംഗ്ഷനിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി നേരെ ബാക്കിയായിരിക്കും അതുപോലെ ആക്കുമെന്ന് എഴുതിട്ട്. പക്ഷേ ഇവള് പറഞ്ഞു ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ലേ നമ്മളിങ്ങനെ ഇറങ്ങിയെന്നുള്ളത്. ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ലമ്മ. ആ 1-2 ദിവസം എടുത്ത് ഇവള് ട്രാക്കിലേക്ക് വരാൻ. അന്നതിന് ശേഷം പക്ഷെ എന്നാലും എൻ്റെ മക്കള് മാഷാ അല്ലാ, ഞാൻ ഉണ്ടല്ലോ എൻ്റെ പള്ളി കയറിയോ ഇത് സക്സസ് ആവാൻ എൻ്റെ മക്കളെൻ്റെ കൂടെ ഇത്രയും ഘട്ടമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്നുകൊണ്ട് മാത്രം, അല്ലാണ്ട് ഒരു കാര്യം കിടക്കില്ല. ഇനിയിപ്പോൾ നാളെ പള്ളിയെല്ലാം കയറിയാൽ ഞാൻ കരുതിയെന്നറിയാവാ, നമുക്ക് കൊണ്ട് പറ്റൂല, നമ്മളിപ്പോൾ ഒരു കായ് പോവോന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ സെൽഫിനെ എന്നെ സപ്പോർട്ട് ചെയ്തു. അതാണ് നമുക്ക് വേണ്ട. നമുക്ക് നമ്മളോട് സെൽഫ് നമ്മുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ഇതുണ്ട്, അതുണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്ട്, നമുക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഏത് നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളത്, അത് വേണം. എന്നാലേ നമുക്ക് എന്ത് കാര്യം ആൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അല്ലെ എന്റെ കുളി മൊത്തം പോകും. അന്നാണേ സൈക്കിൾ ഇല്ലാത്ത ടെൻഷനാ. അങ്ങോട്ട് പോകുമ്പോ പിന്നെ എന്റെ കിളിയാ പോയത്, ഇങ്ങോട്ട് വരുമ്പോ ഇവന്റെ കിളി പോയി. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളെ സപ്പോർട്ട് ഉണ്ടാകും. അതിനോട് കൂടിയിട്ട് തന്നെ അല്ലാത്തതും നമുക്ക് കിട്ടും. പക്ഷെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളത് നേടിയെടുക്കണം. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ വിജയം. നമുക്ക് നെഗറ്റീവ് ആക്കിയ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി ഒന്നാണ് ആ ഒരു കാര്യം കൂടി. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു തിരിച്ചടിയാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. നമ്മളിതാ സോഹാർ കഴിഞ്ഞിട്ടെത്തി. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സൈക്കിളും കൊണ്ട് പോയതാണെന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രൗഡ് തോന്നുന്നുണ്ട്, സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഒന്നും നല്ല ഒരുപാട് മിസ്റ്റേക്ക്, ഒന്ന് വീഡിയോസിലുള്ള മിസ്റ്റേക്ക് എന്നുണ്ട് വായിച്ചാൽ ഒരുപാട് അങ്ങനെ വീഡിയോസ് എടുക്കാനാവാനും ഒന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായില്ല. അത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിതാ സോഹാറെത്തി. ഇൻഷാ അല്ലാഹ് നമ്മളിനി നെക്സ്റ്റ് ഞങ്ങളെന്തായാലും പെർഫെക്റ്റ് പ്ലാനോടുകൂടി ഇറങ്ങാം. പഠിച്ചോ വിധിച്ചാൽ, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തി. ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഭയങ്കര. നമ്മൾ എവിടെ പോയാലും നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു നിമിഷം തന്നെയാണ്.
ഏകദേശം 12 മണിയായി നമ്മൾ എത്തുമ്പോൾ. ഈ ഒരു നിമിഷം ഭയങ്കര സന്തോഷമാണ്. തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. അൽഹംദുലില്ലാ അങ്ങനെ എത്തി. ഞാൻ ഓടി. എവിടെ പോന്ന ഈ സമയത്ത്? നമ്മളെ കളി നാളെ മുതൽ ഇവിടെ തന്നെ. എന്നാടാ നീ എവിടെ പോന്നേ? നല്ല തണുപ്പുണ്ടല്ലേ? അങ്ങോട്ടേക്കൊന്നും അത്ര തണുപ്പ് കിട്ടിയിട്ടില്ല. ബോള് തപ്പിപ്പോയതാ. ഈ നട്ടപ്പാതിരാക്കി ഇനി ബോള് കളിക്കാൻ നിൽക്ക്. കയറിയ ബോളെല്ലാം 2 ദിവസം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് മാത്രം. ഒരു ഊനലടിയെല്ലാം വേണ്ട. വലിയ ടാക്സിക്കാരന് ഗേറ്റ് തുറന്ന് കൊടുക്കട്ടെ. വീഡിയോ കട്ട് ചെയ്യണം. വണ്ടി നമ്മളെത്തി മക്കളെ, എത്തി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറയണല്ലേ? അതെ. എന്നാൽ ഇത്രയും സാധനം നമ്മൾ സൈക്കിൾ കൊണ്ടുപോയത് തന്നെയാ. ഇത് മൊത്തം നമ്മള് ഹെൽമെറ്റ്, നമ്മളെ ജാക്കറ്റ്, ആ ബൊക്ക വരെ ഞാൻ കളഞ്ഞിട്ടില്ല. എടുക്കുക, എൻ്റെ മാപ്പിള കൊടുക്കണം. അല്ല ഞാൻ ഇത്രയും വിലപ്പെട്ട സാധനം കൊടുക്കാൻ നോക്കുമ്പോ നിങ്ങൾ ഇത് കൊടുക്കാൻ നിൽക്കുന്നേ. നല്ല ആള്. കണ്ണൂർ സ്ക്വാഡ് വന്നത് കളയാൻ തോന്നിയിട്ടില്ല. കയറും ഓരോ ബാഗ് വർത്തിക്കോ, കയറിക്കോ. ഓരോ ബാഗ് എടുത്ത് കയറിക്കോ. കിഴിയല്ലത്. നമുക്ക് ഇന്ന് കിട്ടിയ മൊമെന്റം. ഇതിന്റെ അടിയിലൊരു സാധനം ഉണ്ട്. ഈ സ്ക്രൂ അടിയിലിട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ വെക്കണം. കുറച്ച് സ്ക്രൂ കുറവാ എനിക്ക്. ഞാൻ കണ്ടോ നിങ്ങൾ ഈ ലഗേജ് എടുക്കാനാ നമ്മൾ വിളിച്ചേ. പറഞ്ഞിനേനു ഞാൻ 2ാമത് അടിച്ച്. ഇപ്പൊ 2ാമത് ആദ്യം ഞാൻ കൊളാക്കി. എനിക്ക് തോന്നി ഉറക്കായിരിക്കും. എൻ്റെ യാത്രയിൽ എനിക്കുണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ വെയിൽ വെച്ചിട്ടും അല്ലാണ്ടും ഒരുപാട് ആൾക്കാർ നമുക്ക് നല്ല ഒരു സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ നമ്മളെ തളർത്തിയത് ഒരു 3 പേരാണ്. ഞാൻ അവരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കുറച്ച് സമൂഹത്തിൽ വിദ്യാഭ്യാസം നിലയും വിലയുള്ള ഒരു 3 പേരാണ് നമ്മളെ ഫുള്ളായിട്ട്. അതോടുകൂടി നമ്മൾ മെൻ്റലി ഫുള്ള് നമ്മൾ തളർന്നു പോയ ആ ഒരു സമയം നമുക്ക് വെച്ചാൽ ആ 3 ആളെ കൊണ്ടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ചിലപ്പോൾ നമ്മൾ ഈ യാത്രയിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ടാണ് നമുക്ക് ഇല്ലാണ്ടായെന്ന് തന്നെ പറയാം. അതൊരിക്കലും ഞാൻ മറക്കില്ല. കൊടുത്തോ അവിടുന്ന് അപൂർവ നിമിഷം. ഇപ്പം എന്താ പറയുന്നേ? ഞാൻ ഇങ്ങോടെന്ന് പറഞ്ഞേ അനി ഞാൻ പോട്ടെ അനി, ഞാൻ അറിയിക്കാൻ ഞാൻ പോയിട്ട് ഈ 2 മക്കളെയും കൊണ്ട് ഇതേപോലെ തിരിച്ചു വരുമെന്ന് പറഞ്ഞാ തിരിച്ചു വന്നാ അപ്പം നമുക്ക് യാത്രയിൽ കിട്ടിയ മൊമെൻറ്റോകളും എല്ലാ കാര്യങ്ങളും ഇതാ മക്കളുപ്പാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളൊരു കാര്യം ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളത് തളർത്താൻ ഒരുപാട് ആളുകളുണ്ട്, നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അതൊന്നും ഒരിക്കലും നമ്മൾ എടുക്കാതിരിക്കുക. അത് തന്നെയാണ് മെയിനായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം അടുത്ത വീഡിയോ